ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പറഞ്ഞേ. ചെരുപ്പിട്ടിട്ട് വാ, പോകാം. പൂച്ചക്ക് അറിയല്ലേ. ചിന്ന എവിടെ പോവാ? മുഖത്തൊക്കെ എന്താ? മേക്കപ്പ് ചെയ്താണോ? എന്ത് മേക്കപ്പാ ചെയ്തേ? ലിക്കോ? ചെരുപ്പിട്. ഇട്. അപ്പം ഞങ്ങള് ചിന്നുവിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാണ്. ഞാൻ പറഞ്ഞു കൂട്ടുകാർ സ്കൂൾ വിട്ട് വന്നിട്ട് കിടന്നുറങ്ങുമായിരിക്കുന്നു. അപ്പോൾ അതൊന്നും വിശ്വസിക്കാനുള്ള മനസ്സില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കൂട്ടുകാരി ഉറങ്ങുന്നത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും ഞെക്കണം കേട്ടോ. അപ്പോൾ എന്തൊരു ചൂടാ. നല്ല മഴക്കാരുണ്ട്, കാണാനും പറ്റില്ല. വെയിലും ഉണ്ട്, മഴക്കാരും ഉണ്ട്. അതുകൊണ്ട് നല്ല ചൂടുണ്ടല്ലോ ജിന്നു. എൻ്റെ ഉടുപ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് വെയിലടിച്ചിട്ടാണ്. മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ചിന്നു നോക്ക്, നോക്ക്, ഫോണിലേക്ക് നോക്ക്. വെയിലടിച്ചിട്ട് ഫോണിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. കയ്യിലെ പൂച്ചേനെയും കൊണ്ടാണ് വരുന്നത്. പൂച്ച ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവാണ് അല്ലേ ചിന്നു? ഞങ്ങൾ നാളെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ 9:30 ഷോയ്ക്ക്. അതുവരെ യൂട്യൂബ് ചാനലൊന്നും ഓപ്പൺ ചെയ്യാനേ പാടില്ല. റിവ്യൂക്കാരെ കൊണ്ട് ഒരു സൗകര്യം ഉണ്ടാവില്ല. റിവ്യൂ പറയുന്ന എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് ചിന്നുവിൻ്റെ കൂട്ടുകാരുടെ വീട് എത്തിയിട്ടാണ്. ഞങ്ങൾ ചിന്നുവിൻ്റെ കൂട്ടുകാരിയുടെ വീട്. അപ്പം ഞങ്ങൾ അവിടെ കയറി നോക്കട്ടെ ഉറങ്ങാണോ അല്ലേ എന്നുള്ളത്. ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ പോകുമല്ലോ ചിന്നു വീട്ടിൽ. അപ്പം ഞങ്ങൾ കയറട്ടെ. ഞാൻ പോവാട്ടാ, ഇവിടെ തന്നെ കളിച്ചോ. ഞാൻ പോവാ. നമ്മുടെ പറമ്പിലുള്ള സപ്പോർട്ടയാണ് കേട്ടോ. ഫുള്ള് വവ്വാല് വന്നിരുന്ന് തിന്നും ഈ സപ്പോർട്ട. ഒരെണ്ണം പോലും ഞങ്ങൾ പറിക്കാറില്ല. കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തൊരു കശുമാവ് നിൽപ്പുണ്ട്. കശുമാവ് പൂവിട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. മഴ പെയ്ത് കഴിഞ്ഞൊക്കെ പൊഴി. നല്ല മഴക്കാറുണ്ട്. എൻ്റെ കൃഷിസ്ഥലം കാണിച്ചു തന്നിട്ടില്ലേ ടെറസിൽ? ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അവിടെ പുറത്തുനിന്നുള്ള മേലിലോട്ടുള്ളൊരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാമേ. എല്ലാം നല്ല ഞാൻ വെള്ളം ഒഴിക്കാൻ വിട്ടുപോയി. അതുകൊണ്ടൊക്കെ വാടി. ഇവിടെ ഒരുത്തിനെ വിളിച്ചിട്ട് വരുന്നില്ല. നമുക്ക് മുറ്റമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ടെറസിൽ കൊണ്ടെല്ലാം വെച്ചിരിക്കുന്നത്. ഒട്ടും സ്ഥലമില്ല മുറ്റത്ത് നടാനായിട്ട്. സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ നമ്മൾ നടന്നു റോഡിലൊക്കെ. അതുകൊണ്ടാട്ടോ ഏറ്റവും മേളിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ആരുമൊന്നുമില്ല കേട്ടോ വെച്ചിട്ട്. എനിക്ക് അങ്ങ് സങ്കടം വരും. അപ്പം വെള്ളത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഫുള്ള് വെള്ളീച്ചയും മുഞ്ഞൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ വാടി പഴുത്തൊക്കെ പോവുക. പിന്നെ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കുരുടിച്ച്. നേരത്തെ എനിക്ക് എന്തോരം മുളകും തക്കാളിക്ക് ഉണ്ടാവണമെന്ന് പറയും. ഇപ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല. കുരുടിച്ച് പോയി എല്ലാം. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മടുപ്പാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു വേപ്പും പുതിനയും മാത്രമേ അച്ചിരി ഉഷാറിൽ നിൽക്കുന്നുള്ളൂ. വേറെ നാരകവും ബാക്കിയൊക്കെ പോയി.
എന്തോരം മരുന്നടിച്ചെന്നറിയോ? പലതരം മരുന്ന് ഞാൻ പരീക്ഷിച്ചു, പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ അവിടെ പറയുന്നത്, നമ്മുടെ ഞാനിപ്പോൾ നടക്കുന്ന ഈ സ്ഥലത്ത് ഉള്ള അവിടുത്തെ മത്തനാണോ എന്ന് തോന്നുന്നു, അത് ഈ പറഞ്ഞ പോലെ കുരുടിച്ച നിൽക്കുന്നു, പഴുത്ത് ഇലയൊക്കെ. ഞങ്ങളുടെ ഒന്നല്ല കേട്ടോ, ഇതിവിടെ ഒരു ചർച്ചുണ്ട്, പെന്തക്കോസ്റ്റൽ ചർച്ച്, അവിടുത്തെ മത്തന. ഒരാൾ സൈക്കിളോട്ട് വരുന്നുണ്ട് പുറകിൽ. വേഗം വാ. എന്താ പുറകിലേക്ക് പോണേ? ഫ്രണ്ടിലോട്ട് വാ. എങ്ങോട്ട് വാ ചവിട്ടി? എന്താ അങ്ങോട്ട് പോണേ? ഉഫ്. ഈ പ്രാണി എന്താണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ പറന്നു വന്നൊരു പ്രാണിയാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലേ ചിന്നു? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ പറയുന്നില്ലേ? ടാറ്റ പറയടാ.